ചിത്ര ദേവിപ്രിയ അഴകരാജൻ. എടാ, 5-5 പേര് പൊരുത്തോ ഉഗ്രനാണടാ. എടാടാ, അവളുടെ നാട് ഏതാടാ? ഇവിടെ തന്നെയാ അമ്മേ, മാവേലി. അയ്യോ, മാവേലിയോ? വളരെ അടുത്ത് തന്നെയാ. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ട് പോലും ഇല്ല. നിന്റെ കല്യാണത്തിന് ശേഷം അങ്ങോട്ട് പോണം വരണം. അമ്പലപ്പുഴയില് ആരാ മോനെ? അവര് കുറച്ച് വലിയ ആളുകളാച്ചാ. ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് സ്വന്തമായിട്ട് തിയേറ്റർ, കല്യാണ മണ്ഡപം, അതല്ലാതെ കുറെ ബിസിനസ് സ്വത്തുക്കളൊക്കെ ഉണ്ട്. വീട്ടില് ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. സിനിമാ തിയേറ്ററും കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. തിയേറ്ററിന്റെ പേരെന്താ മോനെ? ദേവി തിയേറ്റർ അച്ഛാ. കല്യാണ മണ്ഡപത്തിനും അതേ പേര് തന്നെയാ. ആദ്യം അവരുടെ മുത്തശ്ശന്റെ പേരായിരുന്നു. ഇവള് ജനിച്ചു കഴിഞ്ഞപ്പം എല്ലാം അവളുടെ പേരിലേക്ക് മാറ്റിയതാ. നല്ല രാശിയുള്ള പെണ്ണാ അച്ഛാ. ഈ കുട്ടിയുടെ അച്ഛന്റെ പേരെന്താ? രാമഗോപാൽ എന്നാ. രാമഗോപാലനോ? അയാളെ അച്ഛൻ അറിയോ? ഈ പെണ്ണിന്റെ മുത്തച്ഛന്റെ പേര്? മുത്തശ്ശന്റെ പേര് രാജഗോപാൽ എന്നാ. ബർമ്മ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാന്നാ പറഞ്ഞു. എന്താ ഇത്? എന്താ പറ്റിയത്? വണ്ടി നിർത്ത നിർത്തച്ചാ. എന്താ എന്ത് പറ്റി? സൂക്ഷിച്ച് മോനെ. ഒന്ന് പറയുന്നേ. അയ്യോ, എന്താ പെട്ടെന്ന്? ആശുപത്രി കൊണ്ടുപോകാൻ മോനെ. നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. ഞാൻ ഓട്ടോ വിളിക്കാം. രാജ, ആശുപത്രിയിലൊന്നും പോണ്ട. എനിക്കൊന്നുമില്ല. എന്താ അച്ഛാ? എന്താ പറ്റിയേ? ഈ ബന്ധം നമുക്ക് വേണ്ട. ഈ കല്യാണം നടക്കില്ല. അച്ഛ, എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ പറയുന്നേ? ഈ പെണ്ണ് വേണ്ട. ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. അച്ഛനല്ലേ പറഞ്ഞ ആരായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാന്ന്. എന്താ നീ പറയുന്നേ? ആക്സിഡന്റ് ആയെന്ന് വെച്ച് ഇങ്ങനെ ശകരം ഒന്നും നോക്കരുത്. നോക്കാം, വേറെ ഏത് പെണ്ണാണെങ്കിലും നമുക്ക് നടത്താം. എന്നാ രാജഗോപാലിന്റെ പേരക്കുട്ടി നമ്മുടെ വീട്ടിലേക്ക് മരുമകളായി വരാൻ പാടില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഇനി എന്നോടൊന്നും ചോദിക്കരുത്. പാടി. അതെ, നിക്കുന്നേ ഒന്ന്. പറയുന്ന കേക്ക്. എന്റെ കുഞ്ഞിനെ നാട് റോഡിൽ നിർത്തിട്ട് വരുന്ന ന്യായമാണോ പറയുന്നത്? എന്താ കാര്യം എന്നോട് ഒന്ന് പറയുന്നേ എന്നോട്. സാർ, നമസ്കാരം XMD സാർ. ചാനലെല്ലാം അടച്ചു പൂട്ടിയിട്ട് പെരുവഴി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ പെരുവഴിയിൽ ഇതാ പിടിച്ചാട്ടെ. പിടിക്കുന്ന അങ്ങോട്ട്. നിങ്ങൾ ഭക്ഷിക്കുന്ന ഓരോ അരിമണികളിലും നിങ്ങളുടെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി പറയുന്നു. എന്നാ എന്റെ തങ്കക്കുട്ടൻ കാദർബായി ഉണ്ടാക്കുന്ന ബിരിയാണി അരിയിൽ തന്നെയാ എന്റെ പേര് എഴുതിയിട്ടുള്ളെന്ന് ഞാൻ കണ്ടുപിടിച്ചെന്നേ. നേരെ അങ്ങോട്ട് ചെന്ന് ബായിയുടെ കാലയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ഉടനെ തന്നെ എന്നെ ജോലിക്കെടുത്തു. നിങ്ങള് എനിക്ക് തന്ന മാസ ശമ്പളത്തെക്കാളും 3 മടങ്ങ് അധികം അറിയോ? സമയം കഴിഞ്ഞു പോയിട്ടില്ല. ബായി ഇപ്പോഴും അവിടെ കാണ്ടാമൃഗം പോലെ തന്നെ ഉണ്ട്. പോയി കാല് കെട്ടിപ്പിടിച്ച് കരേ. നിങ്ങളെ അപ്രന്റീസ് ആയിട്ട് ചേർക്കും. ചെന്ന് ബായിയുടെ കാലെ കെട്ടിപ്പിടിച്ച് കരയുന്നോ അതോ ഈ പെരുവഴിയിൽ ഇങ്ങനെ അനാഥനെ പോലെ നിൽക്കുന്നോ? The choice is yours. ഞാനും 2 പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല സംഭവമായിരുന്നു. എന്നാ പിടിക്ക. ഇപ്പോഴെങ്കിലും ബുദ്ധി വന്നല്ലോ. പോയി വണ്ടി കയറാ. അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, മാറി നിൽക്ക. ചേട്ടൻ വണ്ടി കയറട്ടെ. വരൂ ഭായ്, കേറ് വണ്ടിയിലോട്ട് കേറ്. ഫ്രണ്ടിൽ കയറിക്കോ ഭായ്. ഷാരൂഖ് ഖാനെ, ആ ബീഡിയും തരാവോ? ബിരിയാണി എന്ന് വെച്ചാ ഇതായിരുന്നു ബിരിയാണി. അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, അവൻ വണ്ടി കയറാൻ വന്നതല്ലടാ, നീ വെക്കാൻ വന്നത്. പെട്ടെന്ന് ഓടി വാ. ആരാണെങ്കിലും ശരി, എത്ര വലിയ ആളാണെങ്കിലും ശരി, ഈസി ആയിട്ട് അവരോട് സംസാരിച്ച് എത്രയും വേഗം കല്യാണം നടത്താന്ന് പറഞ്ഞു. എന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയി നടുറോട്ട് വിട്ടേക്കുന്നു. എന്താ വിചാരിച്ചു? നിങ്ങൾ വിളിച്ച ഖാദർബായി ഇപ്പോൾ അല്പം തിരക്കിലാണ്. ദയവ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. ഞാൻ എത്ര സീരിയസ് ആയ ഒരു കാര്യം ഇവിടെ പറയുന്നേ. നീ ഇവിടെ കുത്തിയിരുന്ന് ഖാദർബായിയെ വിളിക്കുന്നോ?
ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ പൊട്ടിച്ചത് നിങ്ങളുടെ ഫോൺ തന്നെയാണേ. എന്റെ ഫോൺ ആ എന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്താ മുമ്പേ പറഞ്ഞേ? കുഞ്ഞുകളി കുറച്ച് കൂടുതലാണെന്നല്ലേ? എന്റെ അടുത്ത് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് ആ കാദർവായുടെ വണ്ടി എന്തിനാ കത്തിച്ചത്? ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് ചിക്കൻ അധികം വന്നേക്കാം, ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിന് സാമ്പാർ അധികം വന്നേക്കാം, എന്നാൽ ഒരു മുസ്ലിമിന്റെ കല്യാണത്തിന് ബിരിയാണി മിച്ചം വന്നെന്ന് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നാം തരം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടുപ്പ് നശിപ്പിച്ച് കളഞ്ഞില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് പ്രിയയാണ് മുഖ്യമെങ്കിൽ എനിക്ക് ബിരിയാണി തന്നെയാ പ്രധാനം. എടാ എന്റെ പ്രിയ, നിനക്ക് നിന്റെ ബിരിയാണി ഒന്നാണോ? നിന്നെ നിന്റെ അമ്മ അവിടെ കാത്തിരിക്കുക, വാ പോവാം. ആഹാ, ഇത് കൊള്ളാലോ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായ? എന്തുണ്ടായെന്ന് വെച്ചിട്ട് നീ ദേഷ്യപ്പെടുന്നത്? ഒരു പെണ്ണിനെ കണ്ടു നീ ഇഷ്ടപ്പെട്ടു, ആ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേണ്ടെന്ന് പറഞ്ഞു. ഒരു അച്ഛന് ഇതുപോലും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ടെന്ന് പറയും. ഞാനല്ലേ കല്യാണം കഴിക്കാൻ പോന്നെ, എനിക്കിഷ്ടായല്ലോ. വെറുതെ ഓരോന്നും പറഞ്ഞിട്ട്. ഇങ്ങോട്ട് നോക്ക, ഞാനൊരു കാര്യം വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിന് 1000 കാരണങ്ങളുണ്ടാവും. എല്ലാം വിവരിച്ച് പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അവളെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതങ്ങോട്ട് കേട്ടാ മതി. ഇദ്ദേഹം വേണ്ടെന്ന് പറയും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് പറയത്തില്ല. വീട്ടിലേക്ക് ചെല്ലാൻ പറ. എടാ, എനിക്ക് പറയാൻ സൗകര്യമില്ല. നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യും? അപ്പൊ ഞാനും വീട്ടിലേക്ക് വരില്ല. എന്ത് ചെയ്യും? ഇനി ഒരു അക്ഷരം മിണ്ടിയ വെറുതെ ഒച്ചവെക്കാന്ന് പറ. എം ഡി സാർ, വായിന്ന് പോകുന്ന വാക്കും കൈ കൊണ്ടെടുത്തിരുന്ന കല്ലും തിരിച്ചു പിടിക്കാൻ ഒക്കില്ല. സാർ, അദ്ദേഹം ജിക്ക് ഇല്ലാതെ സംസാരിക്കുന്നേ. 4 നല്ല വർത്താനം പറഞ്ഞ് ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരാം. നിങ്ങൾ പോയട്ടെ സാറേ, പോയട്ടെ സാർ. മര്യാദക്ക് വീട്ടിലേക്ക് വരാൻ പറ. ശരി സാർ. ഇത് നമ്മുടെ കണാരനല്ലേ? എന്റെ അച്ഛനെ സാർ കണ്ടിട്ടുണ്ടോ? കണാറിന്റെ മോനാണോ? അതെ സാറേ. നീ പ്രേമിക്കുന്ന ആ രാജഗോപാലിന്റെ പേരക്കുട്ടിയെ നീ ഇപ്പോഴേ അറിയൂ. ആ രാജഗോപാലിനെ എനിക്ക് 30 വർഷം മുമ്പേ അറിയാം മോനെ. അമ്പലപ്പുഴയില് ബർമ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. ആ രാജഗോപാലിന്റെ തിയേറ്ററിലാ കണാരൻ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത്. രാജഗോപാലിന്റെ എല്ലാമായിരുന്നു കണാരൻ. ആ തിയേറ്ററിൽ എനിക്കൊരു ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞ് കണാരൻ എന്നെ രാജഗോപാലിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടുപോയി. കണാരൻ മനസ്സിലൊന്നും വെക്കാതെ എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ കൊടുമരം തുടഞ്ഞു വീണു. ചേട്ടാ, ഡയലോഗ് ഇടിവെട്ടായിട്ടുണ്ട്. ഏത് പടത്തിലെയാ? അനിയാ മുരളി, എന്റെ പാട്ട് കേട്ടിട്ട് പാട്ടായിട്ട് തോന്നുന്നില്ല നിനക്ക്? അതല്ല ചേട്ടാ, ചേട്ടൻ മുറുക്കിയിട്ട് പാടിയതുകൊണ്ടായിരിക്കും എനിക്ക് ഡയലോഗ് ആയിട്ട് തോന്നി. നല്ല ശബ്ദമാണ് കേട്ടോ ചേട്ടന്റെ. നീ ജീവിക്കടാ മോനെ, നീ ജീവിക്കും. എന്റെ അമ്മേ, എന്തു വലിയ വീടാ ചേട്ടാ ഇത്. ചേട്ടാ, കണാരൻ ചേട്ടോ, ഇത് രാജഗോപാല മുതലാളിയുടെ വീടല്ല. അനിയാ മുരളി, 15 വർഷമായിട്ട് ഞാനിവിടെ ചവറ് വരുവാ. രാജഗോപാലിന്റെ വീടും കൂടുമൊന്നും എനിക്ക് അറിയാൻ മേലെന്നാണ് കരുതിയത്. ചേട്ടൻ എപ്പോഴും എന്നെ തെറ്റിദ്ധരിക്കും. ഇത് മുതലാളിയുടെ വീടല്ല, കൊട്ടാരമാണെന്ന് പറയാൻ വന്നതാ. നീ അങ്ങനെയാണോ പറയാൻ വന്നത്? ആള് കൊള്ളാമല്ലോടാ നീ. അയ്യേ, എന്ത് വൃത്തിയാടാ ചേട്ടനെ കാണിക്കുന്നത്. അതെ, ഈ സീറ്റ് നല്ല പഞ്ഞു പോലുണ്ട്. കല്ല് പിടിച്ച പിള്ളേര് വന്ന് ഇതിലിരിക്കും, ചാണ്ട് പോകും. അതിനുവേണ്ടി കാക്ക കാഷ്ട തെറ്റപ്പ്. കണാരേട്ടൻ പറഞ്ഞ പിന്നെ അതിലൊരു മാറ്റമില്ല. അതിപ്പോഴാണോ തോന്നിയത്? കണ്ടു പഠിച്ചോ, അത്രേ പറയാനുള്ളൂ. വാ, വാതിൽ വരെ മാവേലിയുടെ നാടാ ഇത്. അകത്തോട്ട് കയറിയ എല്ലാം ബർമ. എന്ത് ബർമയോ? പിന്നെ തേങ്ങ അരച്ചു വെച്ച കുർമയാണെന്നാണോ? എല്ലാം ബർമൻ സമ്പാദിച്ചതാ. ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ രാജഗോപാലൻ അമ്പലമില്ലാത്ത ദൈവം തന്നെയാ. ആർക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അദ്ദേഹമാണ് പേരിടുന്നത്. നാളെ നിനക്ക് കുഞ്ഞുണ്ടായാലും അദ്ദേഹം തന്നെ പേരിടുന്നത്. അതിന് മാറ്റം ഉണ്ടാവില്ല. ക്ഷമിക്കണം. എന്താ മുരളി? എന്റെ കുഞ്ഞിന് ചേട്ടൻ പേരിട്ടാ മതി. നീ ജീവിക്കൂടാ മോനെ, നീ ജീവിക്കും.